എനിക്കിപ്പോൾ എൻ്റെ 23-ാം വയസ്സിൽ ഒരു 25K അപ്പോൾ എന്തായാലും മന്ത്ലി സാലറി കിട്ടും. എൻ്റെ ലൈഫിൽ വന്ന ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഷോപ്പിൽ നിൽക്കാൻ തുടങ്ങി. ഷോപ്പിൽ നിന്ന് ഞാൻ ഹോൾസെയിൽ ഷോപ്പിലെത്തി. ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് ഞാൻ സപ്ലയർ എടുത്തെത്തി. സപ്ലയർ എടുത്ത് ഞാൻ മാനുഫാക്ചർ എടുത്തെത്തി. ഇങ്ങനെ ഒരു ക്ലിയർ ഡയറക്ഷൻ എൻ്റെ ലൈഫിലുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട്. എൻ്റെ MBA കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊക്കെ ഒന്നുകിൽ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് ഓണറും കൺവിൻസ് ചെയ്യാൻ എനിക്ക് അവിടെ സാധിക്കും. അതിനുള്ള കോൺഫിഡൻറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ഒരു പണി ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ലൈഫിൽ വരില്ല. ഓക്കെ, പിന്നെ അതുകൊണ്ടാണ് സെയിൽസ് പഠിച്ചാലുള്ള ഏറ്റവും വലിയ ഉപകാരം. +2 കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിഗ്രി എടുക്കണവർ എടുത്തോളി. അതിന് കൂടെ സെയിൽസ് പോലത്തെ സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി കഴിയുമ്പോഴത്തേന് അത്യാവശ്യം ഏണിങ്സും. ഇപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് സെയിൽസ് നിങ്ങൾക്ക് നടക്കൂല, നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഏണിങ്സ് കിട്ടി, ഒരു ഡിഗ്രി കിട്ടി, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് മാറാം. അത് അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ നിങ്ങൾക്ക്. പിന്നെ അതേപോലെ തന്നെ ആളുകളായിട്ട് പെട്ടെന്ന് ഇൻട്രാക്ട് ചെയ്യാനും നമുക്ക് റിലേഷൻഷിപ്പ് അത്യാവശ്യം ബിൽഡ് ചെയ്യാനും കഴിയും. ഏകദേശം ഒരു ഏരിയ നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ 23-ാം വയസ്സാണ്. ഈ 23-ാം വയസ്സിൽ ഞാനൊരു MBA 4th സെമസ്റ്റർ സ്റ്റുഡൻ്റാണ്. എൻ്റെ ഏജുള്ള ആൾക്ക് അധികം പണി ഉണ്ടാവില്ല. MBAക്ക് അത്യാവശ്യം കോസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ 23-ാം വയസ്സിൽ ഒരു 25K അപ്പോൾ എന്തായാലും മന്ത്ലി സാലറി കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വർക്ക് നിർത്തി കഴിഞ്ഞാലോ ഇഷ്ടം പോലെ ഈ വേക്കൻസീസാണ് മുന്നിലുള്ളത്. ഓരോരുത്തർ ക്ഷണിക്കുകയാണ് ഓരോരുത്തരെ കമ്പനിക്ക്.